സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് TS ശ്യാംകുമാറിനെ അറിയാമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും പിടുത്തുണ്ടാവില്ല കേട്ടോ. അറിയായിരിക്കും, കുറച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും വളരെ പതുക്കെ അദ്ദേഹം അറിഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഈ ഒരു മനുഷ്യനാണ് TS ശ്യാംകുമാർ എന്ന് പറയുന്ന ആള്. തൊട്ടപ്പുറത്തുള്ള ആള് നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പരിചയമുള്ള ഒരു ടീച്ചറാണ്. ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സർവകലാശാല സംസ്കൃത മേധാവിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവര് കഴിഞ്ഞ ദിവസം ഒരു പാവ മനുഷ്യനെ ആക്ഷേപിച്ചിട്ടുണ്ട്, ജാതീയമായി ആക്ഷേപിച്ചിട്ടുണ്ട്. താഴെക്കിടയുള്ള താഴ്ന്ന ജാതിക്കാർക്കാർക്കും പഠിക്കാനും മറ്റുള്ളതല്ല എന്ത് വേദം, അത് കുറച്ച് ഉയർന്ന ജാതിക്കാർക്ക് മാത്രം പഠിക്കാനുള്ള ഒരു സംഭവമാണ് എന്നാണ് ആയമ്മയുടെ വാദം. ഇവരുടെ നേതൃത്വത്തില് ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ PhD കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനം. എന്തോ ചില പ്രശ്നത്തിന്റെ പേരിൽ ആ ഒരു വിദ്യാർത്ഥിയോട് ഈ ആയമ്മ പറഞ്ഞിരിക്കുന്നത്, നീ PhD എടുക്കുന്ന എനിക്കൊന്ന് കാണണം, തന്നെപ്പോലുള്ള ആളുകളൊന്നും എടുക്കേണ്ട സാധനം എന്നല്ല PhD, താൻ വല്ല പണിക്കുമ്പോ എന്ന രീതിയിലാണ് അവർ പെരുമാറിയത് എന്നർത്ഥം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ അരുൺ കുമാറുമായിട്ട് ഈ ടീച്ചർ ഒരു ഗംഭീര ചർച്ച നടത്തി. ആ ചർച്ചയിലെ കാര്യങ്ങളൊന്നും ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ അരുൺ കുമാർ ആവർത്തിച്ച് ചോദിക്കും, ടീച്ചറെ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി അധിക്ഷേപ പരാതി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ടീച്ചർ പറയുന്നത് ഇങ്ങനെ, ഐ എം പ്യൂർലി അക്കാദമിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്, പിഴവ് തിരുത്തണം എന്നാണ് സർവകലാശാലയോട് പറഞ്ഞതെന്നാണ് ടീച്ചർ പറയുന്നത്. നമ്മുടെ അരുൺകുമാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ടീച്ചറെ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നാണോ ടീച്ചർ പറയുന്നത്? അപ്പൊ അത്ര ടീച്ചർ ചക്ക എന്ന് പറഞ്ഞ മാങ്ങയുടെ അണ്ടി എന്നൊക്കെ പറയുന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ, അതാണ്. ഞാൻ സർവകലാശാലയുടെ വിനീത വിധേയായാണ് ഞാൻ ഡീൻ എന്ന നിലയിൽ കസേരയിലിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് നന്മയും വൈഭവവും ഉണ്ടാക്കാനാണ്. പോരായ്മയും ഉണ്ടെങ്കിൽ X ആയിക്കോട്ടെ Y ആയിക്കോട്ടെ ഞാൻ തിരുത്തും എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ ടീച്ചർ, നിങ്ങൾ തിരുത്താതിരിക്കുകയോ ചെയ്യട്ടെ. ടീച്ചർ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പൊ ടീച്ചർ പറയണ, അതിവിടെ വിഷയമേ അല്ല, ഞാൻ നടത്താതിരിക്കും, അതിവിടെ വിഷയമേ അല്ല എന്നാണ് ആ ടീച്ചർ പറയുന്നത്. വീണ്ടും ചോദിക്കുന്നു, അതെങ്ങനെ വിഷയമല്ലാതിരിക്കുന്നത്? ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ടീച്ചറെ അതൊരു ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്, കേട്ടോണേ. ഉദാത്തമായ സങ്കല്പത്തിൽ നിൽക്കുന്നയാളാണ് ഞാൻ, ധർമ്മപക്ഷത്ത് നിൽക്കുന്നയാളാണ്. മഹാഭാരതം പറയുന്നത് യഥോ ധർമ്മസ്തോ ജയ എന്നാണ്, ധർമ്മം ജയിക്കും. എങ്ങനെയുണ്ട്? ഈ ഒരൊറ്റ വാക്ക്, ഇയാളുടെ ഈ ഒരു ഭാഷ കൊണ്ട് തന്നെ, ടീച്ചറെ ഈ ഭാഷ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, ആളൊരു കുഞ്ഞു സംഘിണിയാണ്. ഇയാളെ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ അധികാരമാണ് ജാതി അധിക്ഷേപം നടത്തുക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് ഇവരെ. എന്തൊക്കെയായാലും അവർക്ക് അങ്ങനെ അധികാരമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. TS ശ്യാംകുമാർ സംസ്കൃതത്തിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ളൊരു മനുഷ്യനാണ്. ഈ ചങ്ങാതിയുടെ ഒരു വർത്തമാനമുണ്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഞാൻ മുഴുവനായിട്ട് വായിക്കാം. കേരള സർവകലാശാലയിലെ ഡോക്ടർ CN വിജയകുമാരി ഫ്യൂഡൽ നാടുവാഴിത്ത കാലത്തെ വ്യാഖ്യാർത്ഥ സദസ്സിലൂടെ പാണ്ഡിത്യ പരീക്ഷണം നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. സർവകലാശാല അധ്യാപക നിയമനങ്ങളിലും ഇതേ രീതിയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ച് ചില വിദ്യാർത്ഥികളെ പരാജയപ്പെടുത്തി തൽപര കക്ഷികളെ നിയമിക്കുന്നവരുണ്ട്. സംസ്കൃത പാരമ്പര്യമനുസരിച്ച് സ്ത്രീകൾ സംസ്കൃതം സംസാരിക്കാൻ പാടില്ല എന്നാണ് നിയമം. ശാകുന്തളം നാടകത്തിൽ ശകുന്തള സംസാരിക്കുന്നത് സംസ്കൃതത്തിലല്ല, പ്രാകൃത ഭാഷയിലാണ്. സ്ത്രീകൾ പ്രാകൃതമാണ് സംസാരിക്കേണ്ടത് എന്നാണ് നിയമം. എങ്ങനെയുണ്ട്? പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ വിജയകുമാരി ടീച്ചർക്ക് സർവകലാശാലയിൽ സംസ്കൃത അധ്യാപികയാവാൻ കഴിയില്ല. പൊളിന്റെ മാഷ. ഡോക്ടർ CN വിജയകുമാരി ടീച്ചറോടാണ് വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, തന്ത്രഗ്രന്ഥങ്ങൾ, സ്മൃതികൾ, അങ്ങനെ ആയിരക്കണക്കായ സംസ്കൃത ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി സംസ്കൃത ഭാഷയിൽ ഡോക്ടർ വിജയകുമാരി ടീച്ചർ ഒരു ചോദ്യ പരീക്ഷയ്ക്ക് തയ്യാറുണ്ടോ? ചോദ്യങ്ങൾ പൂർണ്ണമായും സംസ്കൃതത്തിലായിരിക്കും. ഉത്തരം ടീച്ചർ സംസ്കൃതത്തിൽ തന്നെ പറയണം. ജാതിയുടെ ചോദ്യമൊക്കെ ചോദിച്ചാൽ ഈ ടീച്ചറൊക്കെ കുഴങ്ങിപ്പോയില്ല എന്റെ ശ്യാംകുമാർ ചേട്ടാ. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും മുൻപിൽ ഞങ്ങൾ നടത്തുന്ന പരസ്യ സംസ്കൃത ചോദ്യ പരീക്ഷയ്ക്ക് വിജയകുമാരി ടീച്ചർ തയ്യാറുണ്ടോ? ഷഡ്ദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളെ അധികരിച്ച് സംസ്കൃത ഭാഷയുള്ള പരസ്യ ചോദ്യ പരീക്ഷയ്ക്ക് ടീച്ചർ തയ്യാറുണ്ടോ എന്ന്.
ഞങ്ങൾ ഉദ്ധരിക്കുന്ന സംസ്കൃത ശ്ലോകം അന്വയിച്ച് അർത്ഥം പറഞ്ഞ് അത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് പ്രസ്തുത ശ്ലോകം എടുത്തിരിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യ പരീക്ഷയിൽ ഉണ്ടാവും. തയ്യാറുണ്ടോ എന്നാണ് TS ശ്യാംകുമാർ ചോദിക്കുന്നത് ഈ ബഹുത്വ സംഗണിയോട്. അവര് സംഗണിയാണെന്ന കാര്യത്തിലൊരു സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരം കറുത്തു നിറക്കുവരാടോ അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നു എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളോട് ഇങ്ങനെ ഇവർക്ക് ഒരു അധ്യാപികയ്ക്ക് പെരുമാറാൻ കഴിയുന്നത്. നീയൊക്കെ നിന്നെപ്പോലുള്ള താഴ്ന്ന ജാതിക്കാരൊന്നും പഠിക്കേണ്ടതല്ല സംസ്കൃതം എന്നാ പറയുന്നത്. നിന്നെപ്പോലുള്ള താഴ്ന്ന ജാതിക്കാർ PhD എടുക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. നോക്കൂ, ഇത്തരത്തിൽ ജാതി വെറി പൂണ്ട വേസ്റ്റ് അധ്യാപികമാരൊക്കെ നമ്മുടെ സർവകലാശാലകളിൽ കുത്തിരിക്കുന്നുണ്ടെന്നും ഇവന്മാര് ഒരുപാട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇത്തരത്തിലുള്ള അവരുടെ അറിവിനെ നശിപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പ്രതികരിച്ചത് ഈ ഒരു ചങ്ങാതി മാത്രമാണ്. പ്രതികരിക്കാതെ പോയ എത്ര ആളുകളുണ്ടായിരിക്കും? കരഞ്ഞുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസം നിർത്തിയ എത്ര ആളുകളുണ്ടായിരിക്കും? ഞാൻ പറയുന്നു, ഇപ്പോഴും അതൊരു പുരുഷനായതുകൊണ്ട് പ്രതികരിച്ചു. എത്ര സ്ത്രീകൾ, എത്ര വിദ്യാർത്ഥിനികൾ പ്രതികരിക്കാൻ കഴിവില്ലാതാക്കി പോകുന്ന നമ്മുടെ സമൂഹമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിർത്തിപ്പോയിട്ടുണ്ടായിരിക്കും. കണക്കുകൾക്ക് പുറത്തു വരട്ടെ, അല്ലേ? എന്തായാലും ശ്യാംകുമാർ ചേട്ടാ, താങ്ക് യു. താങ്കളെപ്പോലുള്ള ആളുകളാണ് ഇത്തരം വിഷയങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ദ ബെസ്റ്റ്. ബൈ.